എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലാണ്. അപ്പോൾ നമ്മൾ രാജസ്ഥാനിലെ ജയ്പൂരൊക്കെ കഴിഞ്ഞിട്ട് ആഗ്ര റൂട്ടിലാണുള്ളത്. അപ്പോൾ നമുക്ക് പോയേക്കാം. പോട്ടെ. അപ്പോൾ പൊത്തേ ട്രാവലോഗിൻ്റെ അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എൻ്റെ കൂടെ പോരാ കേട്ടോ, നമുക്ക് അരുണാചൽ പ്രദേശ് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ 66-ഉം പിന്നെ നമ്മുടെ ട്രെയിലറും ഒരുമിച്ചാണ് നമ്മൾ അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നത്. സീതാരാംപുര ടോൾ പ്ലാസ എന്നാ വലിയ ടോൾ പ്ലാസ എന്ന് നോക്കിയേ. വിശാലമായ ടോൾ പ്ലാസ, നല്ല അടിപൊളി പാർക്കിങ്, നല്ല വാഷ്റൂമും കൂടെ ഉണ്ടേ നല്ലതായിരുന്നു. കുറേ ഇരിക്കുന്ന ആ ബാറിലൊക്കെ ഇച്ചിരി ചെരിഞ്ഞിട്ടുണ്ടോ? കുഴപ്പമില്ലല്ലേ? ഓ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ദാലേറി എങ്ങനെ ഉണ്ടായിരുന്നു? ദാൽപാലൊക്കെ സൂപ്പർ അല്ലായിരുന്നോ? ഓ അയ്യോ ഗുരു ഉള്ളതുകൊണ്ടേ അതെ. നാളെ ഏതൊക്കെയായാലും നമുക്ക് വൈകുന്നേരമോ നാളെയോ നമുക്ക് കോയുടെ പാലക്ക് തോരൻ വെക്കാം. പാലക്കും കൊണ്ടാണോ വന്നേക്കുന്നത്? അതിനെല്ലാം മേടിച്ചു വെച്ചേക്കുന്നതിനകത്ത് നാളെ മോര് കാച്ചിയതും പാലക്ക് തോരനും. അവരങ്ങോട്ട് കയറിപ്പോയോ? അവരങ്ങോട്ട് കയറിയിട്ട് ഇതിലാ വരുന്നുണ്ട്. കാണാൻ രസമാ, ഓടിക്കാനും കുഴപ്പമില്ല. പക്ഷെ സൈഡിൽ ഇരിക്കുന്നവന്റെ അവസ്ഥ പാടാ. ഇപ്പൊ ഇതിന് ഇച്ചിരി ബാഗിൽ ഇപ്പൊ ലോഡ് ഇല്ലാത്തോണ്ടാണെന്ന് അറിയത്തില്ല ഇച്ചിരി ചാട്ടം. അതാ ഞാൻ രാവിലെ പറഞ്ഞത്. കോൺക്രീറ്റ് ആയതുകൊണ്ട് ഇച്ചിരി ചെറുപ്പ് കൂടുതലുണ്ട്. ഇതുണ്ട് പുറകെ ലോഡില്ലല്ലോ. ഈ വണ്ടി സൈഡിൽ കൂടെ പോയാലും വലിയ തണലൊന്നും ഇല്ല, വെയില. തണലൊന്നും ഇല്ല. അതിന് വലിയ പൊക്കമുള്ള മറ്റേ വണ്ടിയില്ലേ, എന്നാ അതിന്റെ പറയുക, കാർ ഗാഡി. അതെ, കാർ ഗാഡി വരണം. കാർ ഗാഡി ചെയ്യേ. ഉണ്ട് ഗാഡി. എന്താ കട്ടയോ? ചുടുകട്ട വണ്ടികളാ കണ്ടോ? എത്ര എണ്ണോ നോക്കി. ഇവിടെ വല്ല ഇതിന്റെ മാർക്കറ്റ് ഉണ്ടാക്കി നോക്കിയ എത്ര വണ്ടിയല്ലേ? അതെ അതെ. കയറിട്ട് കെട്ടിയേക്കാ ലോഡ് അടുക്കിയിട്ട്. ചിലത് കെട്ടിയിട്ടൊന്നുമില്ല. നല്ല ലോഡുണ്ട് കേട്ടോ. ആയിരിക്കും. ഇതിന്റെ മാർക്കറ്റ് ആയിരിക്കേ. അതുപോലെ തന്നെ ഇതേ കരിങ്കല്ല്, കല്ല് വണ്ടികൾ കിടക്കുന്നു. ഇവിടെ പക്ഷെ ഇറക്കിയിട്ടിട്ടുണ്ട്. എന്ത് മണല്? ഇത് കണ്ടോ, മണൽ വണ്ടികൾ കിടക്കുന്നുണ്ടോ? ഇത് മണൽ കണ്ടാൽ അത് മണ്ണ് പോലെ ഇരിക്കും. അത് മണ്ണാ കേട്ടോ. അപ്പുറത്ത് കിടക്കുന്ന ട്രാക്ടറല്ല മണൽ. ഈ വണ്ടി ടൈലാ. ഇത് ഗുജറാത്തിൽ നിന്ന് വരുന്നതായിരിക്കും. അതെ, ട്രെയിലറിന്റെ ടിപ്പറാ. അതിന്റെ പൊക്കം കണ്ടോ പെട്ടിയുടെ? അവിടെയൊക്കെ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. ആഗ്ര നേരെ. ഇപ്പൊ നമ്മൾ ഇത്തവണ കേരളത്തിൽ നിന്ന് ലോഡുമായിട്ട് പോന്നിട്ട് കേരളവും കർണാടകയും മഹാരാഷ്ട്രയൊക്കെ കഴിഞ്ഞ് ഗുജറാത്തിൽ വന്ന് നമ്മൾ ലോഡൊക്കെ ഇറക്കി. അപ്പോൾ ഗുജറാത്തിൽ ലോഡൊക്കെ ഇറക്കിയിട്ട് അടുത്ത ലോഡ് നമുക്ക് ഗുജറാത്തിൽ നിന്ന് നമ്മൾ കയറ്റി. എന്നിട്ട് നമ്മളിപ്പം അരുണാചൽ പ്രദേശിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഗുജറാത്തിൽ നിന്ന് നമുക്ക് അരുണാചൽ പ്രദേശിലേക്കാണ് ലോഡ് കിട്ടിയത്. സാധാരണ നമ്മൾ തിരിച്ച് നാട്ടിലേക്കോ അല്ലെങ്കിൽ മൈസൂറിനോ അങ്ങനെയൊക്കെ ആയിരിക്കും ലോഡ് കയറ്റി പോകുന്നത്. അപ്പോൾ ഇത് ജയ്പൂർ റിംഗ് റോഡ് ഇവിടെ തീരുക. സൗത്തേൺ കോറിഡോർ ആട്ടോ. ജയ്പൂർ സിറ്റി ലെഫ്റ്റിലേക്ക്, ആഗ്ര നേരെ 243. ഇവിടുന്ന് ഇത് ലെഫ്റ്റിലേക്ക് പോയാൽ ജയ്പൂർ സിറ്റിയാണ്. ടോങ്കും അങ്ങോട്ടാണ് പോകുന്നത്. മുമ്പേ അവിടെ നിന്ന് ഇപ്പോൾ ഒരാൾ വന്ന് എന്നോട് ടോങ്ക് പോകുന്ന വഴി ചോദിച്ചായിരുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുത്തോ? ഞാൻ പറഞ്ഞു ഇങ്ങനെ പൊക്കോളാൻ പറഞ്ഞു, നേരെ പൊക്കോളാൻ പറഞ്ഞു. ഇതിലെ അങ്ങോട്ട് പോയാൽ ജയ്പൂർ ടൗണാണ്. ജയ്പൂരിൻ്റെ ഭാഗങ്ങളാ കാണുന്നതെല്ലാം. ഇനിയിപ്പോൾ ടൗണിലേക്ക് പോകാനൊന്നും സമയമില്ല. ജയ്പൂരിലേക്ക് മാത്രമായിട്ട് നമുക്കൊരു ട്രിപ്പ് വരാം. ഈ ഹൈവേ പുതിയ ഹൈവേ ആണ്. ഒത്തിരി വലിയ പഴക്കമില്ല. താഴെക്കൂടെ മൊത്തം റോഡുകളാണ്. ഈ ഹൈവേയിലേക്ക് കയറാനുള്ളതും ഇറങ്ങിപ്പോകാനുള്ളതും ഒക്കെ ആയിട്ട് വേറെ ഏതാണ്ടൊരു ഇത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. തൂണൊക്കെ വാർത്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് നാളായി. നമ്മളിപ്പോൾ താഴെ കണ്ട റോഡില്ലേ, കോട്ട ജയ്പൂർ റോഡാ. കോട്ട വഴി വേണേലും നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. കോട്ട വഴി നമ്മൾ പണ്ട് പോയിട്ടുണ്ടല്ലോ. ഇതുവഴി നമ്മൾ ആദ്യമായിട്ട്. ഈ വഴിക്ക് ആദ്യം വരുന്നത് എന്നാ ഒരു ബോൾട്ട് ഇങ്ങനെ കൂർത്ത് ഇങ്ങനെ റോഡിൽ ഇരിപ്പുണ്ടായിരുന്നെ. നോക്കിയേക്കാം. കേറി ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും നോക്കിയേക്കാം, ഒരു സംശയം. ആയതൊക്കെ എടുത്തോണ്ട് വാ. ഈ സൈഡ് നോക്കിക്കോ. എന്നിട്ട് ഒരു ശകലം മുന്നോട്ട് എടുത്ത് നിർത്താം. ഇച്ചിരി മുന്നോട്ട് എടുത്ത്. മതി. ഈ സൈഡ് ഇവിടെ നോക്കിയാ കേറിയൊന്നുമില്ല. ഇല്ലല്ലേ? ഇല്ല ഭാഗ്യമുണ്ട്.
അതെ അതെ, ഞാൻ അടുത്ത് വന്നപ്പോഴാണ് കണ്ടത്. ഞാൻ ഇച്ചിരി വെട്ടിച്ചു, ഇങ്ങനെ കൂർത്തിരിക്കുമായിരുന്നു. ഈ വണ്ടിയിൽ നിന്ന് തന്നെ ഒക്കെ ഊരി പോകുന്ന ബോൾട്ടുകളാണ്. പായല് കണ്ടോ, പച്ച കളറില്. ഇതിടെ നമ്മൾ അവിടെ ചെന്നപ്പോ കണ്ട പോലെ ആണല്ലോ, ഫാമിൽ കണ്ട പോലെ വെള്ളത്തിന് മുകളിൽ. അതെല്ലാം ഗോതമ്പ് കൃഷിയാന്ന് തോന്നുന്നു. അതെ, ആ ഗോതമ്പും 2 സൈസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഗോതമ്പ് 2 സൈസ് ഉണ്ട്, രണ്ടോ പല സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പുറം നിൽക്കുന്നു. അതെ, വ്യത്യാസം കണ്ടോ? ഇത് എല്ലാം മുള്ളുചെടിയായി കാണുന്നത്. പക്ഷെ അതിനപ്പുറം കൃഷിയുണ്ട് തന്നെ. അതുണ്ടോ, കടുക് നിപ്പുണ്ട്, കടുക്. പക്ഷെ ഒരുപാട് കൃഷികളില്ല ഇങ്ങോട്ടല്ലേ? കനാലാന്ന് തോന്നുന്നത്. കനാലാണെന്ന് തോന്നുന്നു. നമ്മൾ ഈയിടെ കണ്ട പോലെ തന്നെയാണ്. നോക്കിയേ, വെള്ളം പതഞ്ഞു വരുന്നുണ്ടോ? ഫാക്ടറികളിലൊക്കെ വെള്ളമാ. അങ്ങോട്ട് നോക്കിയേ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വരുന്നതാണോ? ഫ്ലൈറ്റ് ഒരെണ്ണം താന്ന് വരുന്നുണ്ട്. അതെ, ജയ്പൂർ ഇറങ്ങാൻ വേണ്ടി വരുന്നത്. അതോ ഇനി ഡൽഹിക്കാണോന്നും പറയാൻ പറ്റില്ല കേട്ടോ. ജയ്പൂരും ഡൽഹിയൊന്നും അധികം ദൂരം ഇല്ലല്ലോ. വൈകിട്ടേ ഇന്ന് സെറ്ററൊക്കെ ഇടേണ്ടി വരും. തണുപ്പായിരിക്കും. തണുപ്പ് മാറിയിട്ടില്ല. നമുക്ക് ഗ്രാമങ്ങളിൽ കൂടി സഞ്ചരിക്കാൻ കേട്ടോ, അതാ നല്ലത്. കൃഷികളൊക്കെ കണ്ടല്ലേ. കാര്യം ഇത് റോഡൊക്കെ നല്ല അടിപൊളിയാ, വണ്ടി ഓടിക്കാനും നല്ല സുഖാ. ചുമ്മാ ഇരുന്നാ പോരെ. ചുമ്മാ ഇരുന്നാ മതി. നിരപ്പ് വഴി ചെമ്മരിയാട് നിൽപ്പുണ്ട് ഇഷ്ടം പോലെ അവിടെ. ആകാശം, നീ അരുണാചൽ പോയിട്ടുണ്ടോ? ഇല്ലേ? അരുണാചൽ പ്രദേശിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ആണോ? എന്താ സ്റ്റഡി ചെയ്തേക്കണേ? അരുണാചൽ പ്രദേശിന്റെ എന്നാ ഭാഷ ചേച്ചി പറഞ്ഞ്? ഭരണഭാഷ, ഔദ്യോഗിക ഭാഷ മലയാളമാണ്. അരുണാചൽ ഭാഷയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. അരുണാചൽ ഭാഷയുടെ ഔദ്യോഗിക ഭാഷയെന്നോ അങ്ങനല്ലേ അവൻ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞേ. ഇതെല്ലാം തെറ്റാണല്ലോ, പഠിച്ചോണ്ട് വന്നതെല്ലാം തെറ്റിച്ചല്ലോ. അരുണാചൽ പ്രദേശിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. അരുണാചൽ പ്രദേശിന് 12 സംസ്ഥാനങ്ങളുണ്ട്. പിന്നെ 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 4 തരം കാലാവസ്ഥകളിൽ പ്രകൃതി വൈവിധ്യവും അതിന്റെ പാരമ്പര്യത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. പണ്ടേ സ്കൂളിൽ നമ്മള് രാവിലെ ചെല്ലിക്കുമല്ലായിരുന്നു, പ്രതിജ്ഞ ചെല്ലിക്കലായിരുന്നു. അതങ്ങാണ്ടായ ഓർമ്മയിലിരിക്കുന്നത്. അതൊക്കെ നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ. അതെ അതെ. ഇവിടുത്തെ ടോൾ പ്ലാസകളെല്ലാം കണ്ടോ എന്നാ വലുതാണ്. ഹിങ്ങോനിയ ടോൾ പ്ലാസ. അരുണാചൽ പ്രദേശിന്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞത് താഴ്വാരകളും മലനിരകളും ചേർന്നതാണ്. 80% മലനിരകളെന്നാണ് ഗൂഗിൾ പറയുന്നത്. നീ ഗൂഗിൾ നോക്കിയിട്ടായിരുന്നു. ഇവിടെ 305 രൂപ. ആ ഗൂഗിളിൽ നോക്കി കാണാതെ പഠിച്ചാണോ? 1030 കിലോമീറ്റർ ചൈനയുമായി അതിർത്തി പങ്കിടുന്നു. 440 കിലോമീറ്ററുമായിട്ട് മ്യാൻമറുമായിട്ടും 160 കിലോമീറ്റർ വേറെ ഭൂട്ടാൻ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. 1987 രൂപീകരിക്കപ്പെട്ടു. കേട്ടോ, എന്നെ ഒന്നുകൂടെ പഠിക്കാൻ വിടുവായിരുന്നെങ്കിൽ. അതെ, വല്ല IAS കാരനെ. കമ്പനിക്ക് ഇരിക്കാതെ പോയ ഒരു IAS കാരൻ. ജയ്പൂർ സിറ്റി, ആഗ്ര ഒക്കെ ലെഫ്റ്റ്, ഡൽഹി ലെഫ്റ്റ്. ആഗ്ര 224, ഡൽഹി 280. ഇവിടെ ഈ ഹൈവേ പാലം ഫ്ലൈ ഓവർ പണി തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. ആഗ്രയ്ക്കേ അപ്പഴാണ്ട് ഒന്ന് യൂട്ടേൺ എടുക്കണം കേട്ടോ, വഴിപണി തീരാത്തോണ്ടായിരിക്കില്ല. ഇത് ഡൽഹിയും ജയ്പൂർ സിറ്റിയാണ് ലെഫ്റ്റ് പോകുന്നത്. ഇത് അപ്പറങ്ങാണ്ട് ചെന്നിട്ടേ തിരിഞ്ഞു വരാൻ പറ്റുള്ളൂ. നല്ല തിരക്കുണ്ട്. വണ്ടികളെല്ലാം അവിടെ നിൽക്കുകയാണോ, തിരിയുന്നില്ലേ? പോകാൻ തുടങ്ങി. ഈ ആ വലിയ വണ്ടികളൊക്കെ അവിടെ പോയി യൂട്ടേൺ എടുക്കുക കണ്ടോ, അതായി ബ്ലോക്ക്. എല്ലാ വണ്ടിയും തിരിഞ്ഞു വരണ്ടേ? ഇവിടുന്ന് ഇതിൻ്റെ കൂടെ ഫുള്ള് ലെഫ്റ്റ് ചേർന്നിട്ട് ഒറ്റയടി അങ്ങ് ഓടിച്ചാൽ മതി, തിരിഞ്ഞു പോകും. ചെറുക്കരപ്പോട്ട് കണ്ടോ, ഇവിടെ വന്നെല്ലാം യൂട്ടേൺ എടുക്കുക. ഫുള്ളൊടിച്ചു. അതങ്ങനെ കാറുകാർ ഫുള്ളൊടി ഒരു ചെറിയ വണ്ടി വന്ന് തിരിഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഗ്യാപ്പ് കിട്ടി. അല്ലെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വണ്ടികൾ കാറുകാർ ഇങ്ങനെ കയറിപ്പോരും. അവിടെ ആ വഴി പണി അതിന് സൈഡിൽ കൂടെ ഉള്ളേ സർവീസ് റോഡ് പണി തീരാത്തതുകൊണ്ടാണ് ഇത്രയും പാട്. അത് കണ്ടില്ലേ, വണ്ടിയെല്ലാം അതിലെ ഇങ്ങനെ വന്ന് അപ്പുറം പോയി യൂട്ടേൺ എടുത്തിട്ടാണ് വരുന്നത്. സർവീസ് റോഡൊക്കെ പണിത് വരുന്നുണ്ട്.
ആ പിന്നെ ഇങ്ങനെ റൗണ്ട് വന്ന് ഇറങ്ങാം ഇങ്ങോട്ട്. അതിലോട്ട് നോക്കി ഇഷ്ടം പോലെ പായൽ. ഈ വണ്ടി കണ്ടോ? ഇതിനൊരു പേപ്പറും ഇല്ലാത്ത വണ്ടിയാണ്. ഇതിനൊരു പേരുണ്ടായിരുന്നു കണ്ടോ, ടുക് ടുക് എന്നും പറയും. പിന്നെ വേറൊരു പേര് വരുമല്ലോ, ജുവാഡോ? ജുഗാഡ്. ജുഗാഡ് ജുഗാഡ് കനോട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്, കനോട്ട. ഇവിടെ ഇത് ഒരു ഫോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു, നായല ഫോർട്ട്, ഹിരാവാല ഇൻഡസ്ട്രിയൽ ഏരിയ. നല്ല തിരക്കാണല്ലോ. അതെല്ലാം മാർക്കറ്റ് ഏരിയ ഉണ്ടോ. മുമ്പേ വന്ന ഏരിയയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായില്ല ഇങ്ങോട്ട് വന്നു. അതെ അതെ. ഇതിപ്പം രാജസ്ഥാനോട് തീരാറായി, യു പിയിലേക്ക് കയറാൻ തുടങ്ങല്ലേ. അപ്പം നമ്മളാ വന്ന ഏരിയ ആയിട്ട് വ്യത്യാസമായി. യു പിയിലോട്ട് കയറിയ പോലെ ആയി. ബേരാംപുര പോലീസ് ഥാന, കനോത്ത ചെക്ക് പോസ്റ്റ്. ഒരു ചെറിയ ലോഡ് കണ്ടോ, രാജസ്ഥാൻ്റെ പ്രൈവറ്റ് ബസ്സാണ്. ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ്. ആഗ്ര 213, ദോശ 35 കിലോമീറ്റർ. ഇടയ്ക്ക് ഞാൻ ഡ്യൂട്ടി ഇപ്പം കോഴിക്ക് കൊടുത്ത കോഴിക്കല്ലേ ഭയങ്കര ക്ഷീണം. എങ്ങനെയുണ്ട് നെല്ലിക്ക? നല്ല നെല്ലിക്ക, നല്ല പുളിയുണ്ട്. പുളിയാണോ? കയ്പില്ലേ? കയ്പൊന്നുമില്ല, ഇത് വിളഞ്ഞ നല്ല പുളിയാ. ഏ ഗാവ് കാ നാം ഹൈ ബസ്സി. ബസ്സി. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടായിരുന്നു അവിടെ. മഹുവ 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 എന്ന് പറഞ്ഞ ആ മറ്റേ കള്ളുണ്ടാക്കുന്ന അതെ, അത് മോഖാന്നും മഹുവാന്നും ഒക്കെ പറയും. മോഹൻപുര. മോഹന്റെ പുര ഇവിടെ ഉണ്ടോ? ആ മോഹൻപുര ഇവിടെ. കാര്യങ്ങളില്ല, മാർബിളില് കണ്ടോ ആനയും സിംഹമാ കൂടുതലും കേട്ടോ. സിംഹങ്ങളാ കൂടുതല്. കുതിരയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ക്ഷേത്രങ്ങളുടെ. അതെ, പുലിയല്ലേ. ഈ ടോൾ പ്ലാസയിൽ നല്ല തിരക്കാണല്ലോ. രാജാദോക് ടോൾ പ്ലാസ, രാജസ്ഥാൻ സ്റ്റേജ് ഗാരേജ് പരിവാഹൻ സേവ, അപ്നി ബസ്. 440 രൂപ. ആലയിലും തിരക്കുണ്ട്. ആലയിലും തിരക്കുണ്ട്. ഇപ്പം വണ്ടികൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കല്ലേ. കാറുകളുണ്ടോ? ഇവിടെ എല്ലാം കൂടുതൽ കാറുകളുണ്ട് ഇഷ്ടം പോലെ. അല്ല നമ്മൾ ഹൈവേയിൽ ലോറി മാത്രമല്ലേ കാണുന്നുള്ളായിരുന്നു. ചെയിൻപുര, മോഹൻപുര ആയിരുന്നു അപ്പറേ. ഇവിടെ ചെയിൻപുര. രാജസ്ഥാന്റെ ഈ സൈഡൊക്കെ അതെ മലമ്പ്രദേശമാണല്ലോ. ആ മലയുടെ മുകളിൽ കണ്ടോ? ആ അതൊരു ക്ഷേത്രം കേട്ടോ, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ക്ഷേത്രമാണെന്ന് തോന്നുന്നില്ലേ? അതെ, നടന്നു കയറിപ്പോ. ആദ്യം ഓർത്തല്ല ചെറിയ കോട്ട പോലെ, പക്ഷെ അതല്ല അമ്പലമാണ്. നടന്നു കയറിപ്പോ. ആ മലയിലൊന്നും മരങ്ങളൊന്നും ഇല്ല, കുറ്റിച്ചെടികളുണ്ട്. ചാറോ? ആഹാ, ഇത് കൊള്ളാലോ. ഇതൊരു ഫാമിലിയാ പോകുന്നേ. ചക്കട ട്രെയിൻ നമ്മുടെ ഓപ്പോസിറ്റ്. റോഡേ കൂടെ ആണോന്നല്ലേ. ഇവിടെ നിർത്തുകയാണെങ്കിൽ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. ആ കട കഴിഞ്ഞിട്ട് നിർത്തേ. അത് വഴിയാണോ? വഴിയാണ്. ചായ फुल बना के चाय आना। बना के चाय, शक्कर कम बना के चाय चाहिए। शक्कर कम बना के देने के लिए बोला है, वो बना रहे अभी। अदरक चाहिए ना? हाँ, ठंडी शुरू हो गया। ठंडी? हाँ। ओ ट्रेलर कहाँ है? वो आगे गया। टोल पे हम ब्लॉक में करा गया ना, वो टाइम पे वो राइट साइड पे। हाँ, वो टोल से। फुल चाय मिट्टी का ग्लास അതിനെ ലീക്കാണോ? ചായ ഒഴിച്ചപ്പോ വേണോ? ചായ ഇത് മണ്ണിന്റെ ഗ്ലാസ്സാ. ഇത് ചായ കുടിച്ചിട്ട് കളയും, പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇരുന്ന് പതുക്കെ ഊതി കുടിക്കാം. ഹൈവേ നല്ല തിരക്കാ കേട്ടോ, വണ്ടികൾ പറന്നാ പോകും. എന്ത് പെട്ടെന്ന് സന്ധ്യയായല്ലേ. ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേ ക്യാമറാമാൻ ഊർജ്ജം കയറി, വണ്ടി ഓടിച്ചോളാന്ന് ക്യാമറാമാൻ. ചായ കുടിച്ചു വന്നിട്ട് നീ അവിടെ വന്ന് കയറിയിരിക്കല്ലോ. ഞാൻ ഫോൺ കുത്തിയിടുമായിരുന്നു. ആ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓടിച്ചേക്കാന്ന് വെച്ചേ. ഇവിടെ തണുപ്പായതുകൊണ്ടേ അവിടെ അതെ തീയൊക്കെ കായാനായിട്ട് തീ കത്തിച്ചു ചട്ടിക്കകത്ത്, ചുറ്റിനും കസേര ഇട്ടു. ഈ സൈസ് കടകളെ ഇനി അങ്ങോട്ട് നമ്മൾ ആഗ്രയിലേക്കൊക്കെ ചെല്ലുമ്പോൾ എല്ലാം യു പിയിൽ മൊത്തം ഇതുപോലുള്ള കടകളാണ്. മുകളിൽ കൂടെ ഏതോ ഒരു ഹൈവേ പോകുന്നുണ്ട്. ഭരത്പൂർ 129 കിലോമീറ്റർ, ആഗ്ര 181, മനോഹർപൂർ 68 കിലോമീറ്റർ.
നമ്മൾ ദോശ എത്തി കേട്ടോ. അതെ, ദോശ. ബസ് സ്റ്റോപ്പ് അതുകൊണ്ടോ ബസ്സിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇത് മൊത്തം. ദേ, ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ മുന്നേ കാണുന്നത്. അതിൻ്റെ ബോർഡാണ്, അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ബോർഡാണ്. ഇതുണ്ടോ, ഡൽഹിക്ക് പോകണേ ഇതിലെ ലെഫ്റ്റിലേക്ക് കയറണം. നമുക്ക് ബറോഡ ബോംബെ ഒക്കെ പോകണമെങ്കിൽ അപ്പുറത്തുനിന്ന് കയറണം, റൈറ്റിലേക്ക് പോകണം. ലെഫ്റ്റ് ഡൽഹി, റൈറ്റ് മുംബൈ. ഇവിടെയൊക്കെ പണി തീർന്ന ഭാഗങ്ങളായിരിക്കും. പക്ഷെ അങ്ങ് വരെ പണി തീർന്നിട്ടില്ല, ഇപ്പോഴും പണി നടക്കുന്നേ ഉള്ളൂ, പൂർണ്ണമായിട്ട് ഓപ്പൺ ആയിട്ടില്ല. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. ഉണ്ടോ, വഡോദര ലെഫ്റ്റ്, അതായത് ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ എന്നാ പേര്. ഉറങ്ങാൻ പോകണം, ഉറക്കം പറ്റുമ്പോഴോ? ഓ എൻ്റെ പൊന്നോ, എന്ന് കിടന്നുറങ്ങിക്കോ, നിങ്ങൾ എന്ന് വിളിച്ചേക്കാം. ജയ്പൂർ മഹുവ ടോൾ വേ പ്രൈവറ്റ് ലിമിറ്റഡ്, സിക്കന്ദര ടോൾ പ്ലാസ. ഇവിടെ ആക്കിയാലും വലിയ തിരക്കൊന്നുമില്ല. ടോൾ ബൂത്ത് കാണാൻ രസമുണ്ട് കേട്ടോ. പഴയ ടോൾ ബൂത്ത്. ഇവിടെ 445 രൂപ. സിക്കന്ദര എന്ന് പറഞ്ഞ സ്ഥലം ഇത്, സിക്കന്ദര. എല്ലാം ഈ ജംഗ്ഷനാണ് ഇടയ്ക്ക് ഇവിടെ എല്ലാം. അവിടെ ഒന്നും ഫ്ലൈ ഓവറുകളൊന്നുമില്ല, അതുകൊണ്ട് ഈ തിരക്ക്. ഇത്തിരി കൂടെ നേരത്തെ പകൽ വരുമായിരുന്നു, നമുക്ക് കുറേ നല്ല കാഴ്ചകളൂടെ കാണാമായിരുന്നു. ഇപ്പോൾ വെട്ടം കുറവാണ്, എന്നാലും നമുക്ക് നോക്കാം. ഇതെല്ലാം പിങ്ക് സാൻഡ്സ്റ്റോണിൽ ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. ഇതെല്ലാം നമ്മൾ വരുന്ന വഴിക്കൊക്കെ കാണത്തില്ല, ഓരോ ക്ഷേത്രങ്ങൾ, പിന്നെ ഹോട്ടലുകളൊക്കെ ഈ കല്ലിൽ ചെയ്ത വർക്കുകൾ കാണാം. ഇതല്ലേ, ഇതൊക്കെ ഫുള്ള് കല്ലിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയേക്കുന്ന ഇതെല്ലാം ഇപ്പം എല്ലാം മെഷീനിലാണ് ഇവർ ചെയ്യുന്നത്. ഇതൊരു ചെടിച്ചട്ടിയാണ്. പിന്നെ ഇതൊരു ഫൗണ്ടെയിൻ, നമ്മൾ ഈ വെള്ളം ഇങ്ങനെ വീഴാനായിട്ട് ഫൗണ്ടെയിനകത്തൊക്കെ വെക്കില്ല, അതായത് ഇതെല്ലാം വർക്ക് കാണാൻ നല്ല രസമുണ്ട്. ഇതെല്ലാം പൊടി പിടിച്ചിരിക്കുക, അതുകൊണ്ടാണ് ക്ലീൻ ചെയ്തെടുത്താൽ അടിപൊളിയാ. ഇവിടെ ഒരു ഗണപതിയെ കൊത്തി വെച്ചേക്കുന്ന ഇത് അരയന്നങ്ങളും കുഞ്ഞുങ്ങളും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ കുറച്ചേ ഉള്ളൂ, പക്ഷെ അപ്പുറത്ത് ഒത്തിരി ഉള്ള വർക്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഏരിയ ഇത് അവിടെ വണ്ടി നിർത്തത്തില്ലായിരുന്നു, നോക്കിയത് അവിടെ. പരിചയപ്പെടുത്തിക്കോ. आपका नाम जी? मेरा नाम रामकेश. रामकेश. इधर का है, राजस्थान का है. इधर का है, इधर का. हमारा है ये. हाँ, ഇദ്ദേഹത്തിന്റെ ഇത്. ഇതുണ്ടോ, ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്ന വർക്കുകളാ. ഇതുപോലെ പേരൊക്കെ എഴുതാം. പേരൊക്കെ എഴുതാം. ഇത് മാർബിളാ. ഇത് ഇവിടെ കട്ട് ചെയ്തുണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം. നല്ല സൗണ്ടാ. ഇത് കട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ ഡിസൈൻ സെറ്റ് ചെയ്തിട്ട് അതിലൊരു പെൻഡ്രൈവിൽ അത് കോപ്പി ചെയ്തിട്ട് പെൻഡ്രൈവ് അവിടെ കുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്, മെഷീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരിരുന്ന് കൊത്തുന്നതിലും എന്നാ പെട്ടെന്ന് മെഷീനിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ്ടോ, ഇതിപ്പോ ഒരെണ്ണം ചെയ്ത് വെച്ചേക്കുന്ന ഇതുണ്ടോ, ഇത് തൂണ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? ഈ തൂണല്ലേ, കുറച്ച് ഡിസൈനും കൂടെ ഉണ്ട്. ഇതുണ്ടോ, അതെ അവിടെ ചപ്പാത്തിക്കല്ല് ഇരിക്കുന്നതുണ്ടോ? ചപ്പാത്തിക്കല്ല് പോലെ ഇരിക്കുന്നല്ലേ. ആണോ? റൊട്ടി ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറഞ്ഞ കറക്റ്റ് ഒരെണ്ണം മേടിച്ചു വെച്ചാ. അതെ അതെ. ഈ കല്ലിനെ നമ്മുടെ അവിടുത്തെ കല്ലിന്റെ അത്രയും വെയിറ്റ് ഇല്ല കേട്ടോ, വെയിറ്റ് കുറവാ. അതെ, തണുത്തിട്ട് വയ്യ, വെളിയിൽ നിന്നിട്ടേ വേഗം വണ്ടിക്കകത്ത് കയറട്ടെ. നല്ല തണുപ്പായിട്ടുണ്ട്. ഇനി തണുപ്പ് കൂടും ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും. വലിയ കല്ല് കൊണ്ട് ഇറക്കിയേക്കുന്നുണ്ടോ? ഇത് കട്ട് ചെയ്ത് പാളിയാക്കിയാണ് നമ്മളിപ്പോ കണ്ട സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മളെ തടി ഇറത്തിട്ട് ഉരുപ്പിടിയാക്കുന്ന പോലെ തന്നെ. ഇതുണ്ടോ, ഇതെല്ലാം ഇതുപോലെ വർക്ക്ഷോപ്പുകളാണ്. ഇതുണ്ട്, ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഏരിയ ഇത്. അതെ അതെ അതെ, ഇവിടുത്തെ മെയിൻ ഒരു ബിസിനസ്സാണ് ഇത്. അപ്പൊ ഇത് പിന്നെ പിങ്ക് സാൻഡ്സ്റ്റോണിന്റെ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, അത് ശരിക്കും അത് ജയ്പൂരിൽ നിന്ന് ആഗ്ര പോകുന്ന റൂട്ടിൽ സിക്കന്ദര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഇപ്പൊ കൂടുതൽ നമ്മൾ കണ്ടത്. നല്ല രസമുണ്ട് കാണാൻ. പകലായിരുന്നു നല്ലതായിരുന്നു, ഇച്ചിരി കൂടുതൽ നമുക്ക് എല്ലാവരും കുറെ കൂടുതൽ വീഡിയോ എടുക്കായിരുന്നു. നോക്കിക്കേ, കോടമഞ്ഞായി കേട്ടോ. കോടമഞ്ഞുണ്ട് ഇങ്ങോട്ട്. ദൂന്ത് എവിടെ ടോൾ ബൂത്ത് ഉണ്ട് കേട്ടോ. അതാ പറഞ്ഞു, ഏത് ലൈനെ കൂടെ പോകുന്നു. അപ്പം ഡ്യൂട്ടി വീണ്ടും ചേഞ്ച് ആയിരുന്നു.
മെയിൻ ഡോർക്ക് വീഡിയോ എടുക്കാൻ മടിയാ, ഇവിടെ ഇരിക്കാൻ വലിയ പാട്. ഇവിടെ 460. സുഖമായിട്ടിരിക്കല്ലേ ഇവിടെ. അതെ, 460 രൂപ ഇവിടെ. ഇവിടെ ഇരിക്കുന്നതിലും സുഖം വണ്ടി ഓടിക്കുന്നതാ. അതാ വണ്ടി ഓടിക്കുന്നത്. ആ തന്നെ ഇവിടെ അല്ലേ ഇതുണ്ട് ഈ സൈഡ്. അത് റോഡിലെ തിരക്കല്ലേ, നമ്മുടെ ഈ സൈഡിൽ തിരക്കില്ലേ, എന്നാ അവിടെ തിരക്കാണ്. അങ്ങോട്ട് വണ്ടി നല്ലപോലെ ഉണ്ട്. അത് തന്നെയല്ലേ ടോൾ പാസ്സാകാൻ നിൽക്കുന്ന വണ്ടികളാ. ഇവരിവിടെ മുന്നേ പോന്നായിരുന്നല്ലേ. അവരോട് വരാൻ പറയുന്നു, ഓണടിച്ചാല്. കണ്ടു ഈ റോഡിലെ അത്യാവശ്യം തിരക്കുള്ള ഒരു വഴിയല്ലേ. ഇത് തിരക്കുള്ള വഴിയാ. പിന്നെ നമ്മുടെ ഗുജറാത്തിലെ സൂററ്റിലെ അത്ര തിരക്കൊന്നുമില്ല. വഴിയില്ല, ഭയങ്കര തിരക്ക്. അതെ, പറമ്പിന്ന് മഞ്ഞെല്ലാം ഇങ്ങനെ കയറി പോരും കേട്ടോ റോഡിലോട്ട്. നല്ല മഞ്ഞാ. മുമ്പേ പറഞ്ഞൊക്കെ പിൻവലിക്കേണ്ടി വരുമോ? നല്ല മഞ്ഞ കേട്ടോ. ഇതുണ്ടോ ഈ ലോഡ് കണ്ടോ? ഇതും വളരെ ശ്രദ്ധിച്ച് ഓടിക്കേണ്ട ഒരു ലോഡാ. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ റൗണ്ടിലിരിക്കല്ലേ, കേബിളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് ഈ പെട്ടെന്ന് ചവിട്ടുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലേ ഇതൊന്ന് ഉരുണ്ട് വരാൻ കാര്യം ചെയിനൊക്കെ ഇട്ട് മുറുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനൊന്നും വരത്തില്ല. പക്ഷെ വണ്ടി തട്ടും മുട്ടുമൊക്കെ ചെയ്യുകയാണെങ്കിലേ അതിന് സാധ്യത കൂടുതലാണ്. അതും വളരെ ശ്രദ്ധിച്ച് ഓടിക്കേണ്ട ഒരു ലോഡായത്. അതുകൊണ്ടോ 2 പശുക്കൾ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. പശുവല്ല, കാളായ. അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താ. അതുകൊണ്ടേ ഒരാൾ അതേ അടിച്ച് ഓടിക്കാൻ നിൽക്കും. അപ്പൊ പോലീസുകാരാന്ന് തോന്നുന്നു അതിനെ അടിക്കാൻ വേണ്ടി വന്നത്. അതെ, ദൂന്ത് കൂടി വരുന്നുണ്ട് കേട്ടോ. നല്ല മഞ്ഞ. ചില സ്ഥലത്തേ ഉള്ളേ, ചിലയിടത്ത് ഭയങ്കര മഞ്ഞോ, ചിലയിടത്ത് ഒട്ടും മഞ്ഞില്ല. എവിടെയെങ്കിലും കഴിക്കാൻ നിർത്തണ്ടേ? കഴിക്കാൻ എവിടെയെങ്കിലും നിർത്താം, തണുപ്പാണല്ലോ വെളിയില്. അതാ ഇപ്പൊ ഓർക്കണേ. ചോറും പരിപ്പേറിയൊക്കെ തണുത്ത് കാണും. ചോറ് നമുക്കൊരു കാര്യം ചെയ്യാം, പരിപ്പേറി ഒന്ന് ചൂടാക്കാം, എന്നിട്ട് ചോറിനകത്തോട്ട് ഒഴിക്കുമ്പോൾ കുഴപ്പമില്ല. ചാതുണിക്ക് വേണ്ടെന്നാ പറഞ്ഞ. വെളിയിൽ ഇറങ്ങിയിരുന്ന് കഴിക്കാൻ പാടാ, തണുപ്പാ, നല്ല തണുപ്പാ. സെറ്ററൊക്കെ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. സെവുല, ഈ സ്ഥലപ്പേര സെവുല. മധുര 58 കിലോമീറ്റർ, ഭരത്പൂർ 24, ആഗ്ര 75. ഉണ്ടോ ഇതെല്ലാം മറ്റേ മാടിന് തീറ്റി കൊടുക്കാനുള്ള കച്ചിയാ. ഇവിടെ 465 രൂപ. ഓവർലോഡാണ്, അത്ര ഓവർലോഡ്. അതെ. അപ്പൊ അവിടെ പോയി തൂക്കാൻ പറഞ്ഞു. 150 200 ബാക്കി തന്നോ? 150 രൂപ ഇവിടെ കൊടുക്കുക, അവിടെ പൈസ തരുമെന്നാ പറഞ്ഞു. ബാക്കി 50 രൂപ ബാക്കി ഇല്ലല്ലോ. ബാക്കി തന്നില്ല, അങ്ങോട്ട് പോയതേ ഉള്ളൂ. എന്തൊരു ഇടപാടാണ് ഇവരുടെ ഒന്നും. ഈ പിന്നെ വെയ് മെഷീൻ കറക്റ്റ് അല്ല, എന്നിട്ട് ചുമ്മാ ഇതെല്ലാം നമ്മൾ ഏതാ. അതെ എത്ര 50 തന്നോ ബാക്കി? എല്ലാം 10 രൂപയുടെ തുട്ട. ഈ ഹൈവേയിലെ മിക്ക ടോളിലും ഇത് തന്നെയാണ് ഒരു വിഷയം. കറക്റ്റായിട്ടുള്ള വെയിറ്റ് ആണ് ഏത്. അവരുടെ മിസ്റ്റേക്കിനൂടെ നമ്മളാണ് ബലിയാടാകുന്നത്. സമയം കളഞ്ഞ് ഇത് എവിടെ തൂക്കണം, ഇവിടെ തൂക്കിയിട്ട് ആ സ്ലിപ്പ് കാണിച്ചാൽ മതി. ഇവിടെ ആ പൈസ ഇങ്ങോട്ട് തിരിച്ചു തരും. ഇവിടെ കണ്ടോ 35-500 വെയിറ്റ് ഉള്ളൂ. നമ്മുടെ 36-750 വരെ പോവും. 35-500 വെയിറ്റ് ഉള്ളൂ. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോ ഇടപാട്. തണുപ്പല്ല, ഈ ഇതുപോലെ തിരക്കിനിടയ്ക്ക് നമ്മുടെ സമയം കളഞ്ഞ്. അപ്പം 150 തിരിച്ചു തന്നെ അവിടെ കൊടുത്ത പൈസ ചലോ. നമ്മുടെ സമയനഷ്ടം ആര് തിരിച്ചു തരും? സമയനഷ്ടം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ലോറിപ്പണിയാണോ? ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാ. ഈ ടോൾ ബൂത്തിന് തൊട്ടടുത്ത് തന്നെ ഇതുപോലെ വേബ്രിഡ്ജുകളുണ്ട്. അപ്പോൾ അതിൽ തൂക്കിയിട്ട് വെയിറ്റ് കൂടുതലാണ് സാധാരണ ഇവിടെ തൂക്കിയിട്ട് ഡബിൾ പൈസ ഒക്കെ മേടിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ തൂക്കം കൂടുതലില്ല. നമുക്ക് 36-750 വരെ 12 വീല് വണ്ടിയിൽ കൊണ്ടുപോകാം. 35-500 വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ചെയ്യുമെന്ന് പറയാം ചുമ്മാ, എന്നിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാലേ ഇത് വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ ഓക്കെ. ഇത് ചുമ്മാ ഇത് തന്നെ ഇന്നലെ ഇവൻ പറഞ്ഞില്ലേ ആകാശം ഓടിച്ചപ്പോ 3 സ്ഥലത്ത് ഇതുപോലെ ഓവർലോഡ് ആണെന്നും പറഞ്ഞ് ആദ്യം ഒരു ലൈനിൽ നിന്ന് മറ്റേ അടുത്ത ലൈനിൽ വിട്ടു, 2ാമത്തെ പ്രാവശ്യം അങ്ങനെ വിട്ടു, 3ാമത്തെ പ്രാവശ്യം എന്നിട്ട് തൂക്കുകയും ചെയ്തെന്ന് പറഞ്ഞേ. അത് കയറി വന്നേ എന്ത് പാടാ. ഇന്നാളും നമ്മൾ ഇതുപോലെ ചിലടത്തൊക്കെ പുറകിലെല്ലാം വണ്ടി ആയിരിക്കും. മഞ്ഞിനകത്തേക്ക് കയറിയ പോലെ ഉണ്ട്, തൂന്നുണ്ട് നല്ലപോലെ. റൈറ്റിലേക്ക് വാമൻപുര, വാമനന്റെ പുര കേട്ടോ. ആയിരിക്കും, വാമനന്റെ പുരയാണെങ്കിലും കൊള്ളാം. എന്നാണെന്നുള്ള മഞ്ഞ അപ്പടി ട്രാക്ടർ. അത്
ട്രാക്ടറാ. അതിന് പുറകെയൊക്കെ 2 നീലവട്ടം ഉണ്ട്. ഇപ്പം മുന്നിൽ പോകുന്ന ഒരെണ്ണം കണ്ടോ? ഒരു വെട്ടവും ഇല്ല പറയല്. ഒരു റിഫ്ലക്ടർ പോലും പിടിപ്പിച്ചിട്ടില്ല ആ ഈ മഞ്ഞിനകത്ത്, കാണത്തേ ഇല്ല. അപ്പം ഭരത്പൂർ ടൗണാണ് ലെഫ്റ്റിലേക്ക് പോകുന്നത്. നമ്മൾ നേരെ പോകും. ഇവിടുത്തെ എല്ലാം ടൗണുകൾക്കേ ഇതുണ്ടോ അതുപോലെ ഒരു ആർച്ച് ഉണ്ടാവും, ഒരു എൻട്രൻസ് നല്ല അടിപൊളിയായിട്ട്. അത് നല്ലതല്ലേ? അത് കൊള്ളാം. അപ്പം ഒരിടത്തും കൊണ്ട് വണ്ടിയൊക്കെ ഒതുക്കി ഞാൻ പരിപ്പ് കറിയൊക്കെ ചൂടാക്കി. നമ്മുടെ ദാൽപ്പാലക്കൊക്കെ ചോറിന് നല്ല തണുപ്പുണ്ട്. പരിപ്പ് കറി ചൂടാക്കിക്കൊണ്ട് കുഴപ്പമില്ല. ചൂട് പരിപ്പങ്ങ് ഒഴിക്കുമ്പം ചോറിന് തണുപ്പ് മാറുമല്ലേ? ആ പക്ഷേ കണ്ണിമാങ്ങ അച്ചാറോടെ എടുക്കാം. ഈ ഒരു ശാലം മതി കേട്ടോ. ആ അതേ കുറച്ചേ എടുത്തുള്ളൂ. ആകാശം നല്ല ഉറക്കം, അവന് ചോറ് വേണ്ടെന്ന് പറഞ്ഞു. ആ അവനിനി എണീക്കുമ്പം വല്ല റൊട്ടിയും പോയി കഴിച്ചോളൂ. നമ്മൾ രാജസ്ഥാൻ ഓടി തീരാറായി. ഇനിയിപ്പോൾ ഉടനെ തന്നെ യുപിയിലോട്ട് കയറും. അതെ, നല്ല മഞ്ഞുണ്ട് കേട്ടോ. അതെ, നല്ല മഞ്ഞ. ഇനി അങ്ങോട്ട് മഞ്ഞ് കൂടുകയാണെന്ന് തോന്നി ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിതി കണ്ടിട്ട്. ഉത്തർപ്രദേശ്. ആ വെൽക്കം ടു ഉത്തർപ്രദേശ്. അപ്പം നമ്മൾ ഉത്തർപ്രദേശിലേക്ക് കയറി. രാജസ്ഥാൻ ഓടി തീർന്നു. ചാത്തുണ്ണി രാജസ്ഥാനിൽ നിന്ന് കിടന്നുറങ്ങിയതാണ്. ഇപ്പം രാജസ്ഥാനല്ല ഓടി തീർന്നു, യു പി കയറിയപ്പോഴാണ് ഉണർന്നത്. രാജസ്ഥാനിൽ തന്നെ എഴുന്നേക്കുകയും ചെയ്ത് മൂത്രം കുഴിച്ച് ചായയും കുടിച്ചിട്ടാണ്. പിന്നെ രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ യു പി കയറിയാറായപ്പോഴല്ലേ ഒരു 100 മീറ്റർ പുറയില്. ആ രാജസ്ഥാൻ എത്ര കിലോമീറ്റർ ഓടാനുണ്ടായിരുന്നു? നല്ലപോലെ ഉറങ്ങിയോ ബ്രോ? പിന്നെ ഞാനല്ലേ വണ്ടി ഓടിച്ചത്. അപ്പൊ ഞാൻ ഓടിച്ചത്? ആ നീ ശാലല്ലേ ഓടിച്ചുള്ളൂ, ബാക്കി ഞാനും ഓടിച്ചു. ഇതുപോലെ ഒരു 3-4 മുന്നേ പോയിട്ടുണ്ട്. ഈ പോന്ന കണ്ടോ ഒരു എന്നാ പറയുന്നത്, സഞ്ചരിക്കുന്ന മരമാണ്. അതാണ്, മരമാണ് അത്. അല്ലെങ്കിൽ മറ്റേ അതിപ്പോ നോക്കി നിലത്ത് മുട്ടുന്ന പോലെ ഇരിക്കുന്നത് അല്ലേ? ട്രാക്ടറല്ലേ വന്നത്. ഇതല്ലേ ഈ കന്നുകാലിയൊക്കെയുള്ള തീറ്റയാ, കണ്ടില്ലേ? കച്ചി പോലെ ഇതിൻ്റെ തണ്ടെല്ലാം വെട്ടി ഞുറുങ്ങി കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ഇവിടെ കുറവുണ്ട്. ഞാൻ നോക്കിയിട്ട് രാജസ്ഥാനിലും ഹരിയാനയിലും പഞ്ചാബിലും ഏറ്റവും കൂടുതൽ ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ആ ഇത് കണ്ടോ പോകുന്നത്. ഇതിന് പിന്നെ ബാഗിൽ 2 ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് കാണാം. അത് ചിലവിന് മാത്രമേ ഉള്ളൂ. ആഗ്രഹമായി 37 കിലോമീറ്റർ ഉണ്ടോ. ഇതുപോലെ ഈ നടന്നു പോകുന്ന സാധനം വരെ റൈറ്റ് സൈഡിൽ കൂടെയാണ് പോകുന്നത്. അതെ അതെ, കോറൈറ്റ് ടോൾ പ്ലാസ. ടോൾ പ്ലാസ എന്നോ? അതെ, യു പിയിലെ ആദ്യത്തെ ടോൾ. ഇവിടെ 355 രൂപ. ഈ യു പിയിലേക്ക് കയറിയപ്പോൾ തൊട്ട് ഇഷ്ടം പോലെ പെട്രോൾ പമ്പുകളുണ്ട് 2 സൈഡിലും. ഇവിടെ വിലക്കുറവായോണ്ടായിരിക്കും. ഇപ്പം എന്നാന്നറിയോ, ഇവിടെ വിലക്കുറവാണ് രാജസ്ഥാനിലേക്കാട്ടിൽ. ഇപ്പം എനിക്ക് 1-2 രൂപയുടെ വ്യത്യാസമുള്ളൂ. നേരത്തെ ഒരു 10 രൂപയുടെ അടുത്ത് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരമുള്ള പമ്പുകളായിരിക്കും കൂടുതലും. ഇപ്പോൾ രാജസ്ഥാനിൽ വില കുറച്ചല്ലോ, അതുകൊണ്ട് പമ്പിലൊന്നും വലിയ തിരക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ ആഗ്ര എത്തി. അപ്പോൾ ഇത് ആഗ്ര ബൈപ്പാസാണ്. ഇത് ആഗ്ര ബൈപ്പാസിൽ കയറിയിട്ട് നമ്മൾ ഇനി ലക്നൗവിലേക്കാണ് പോകുന്നത്. എക്സ്പ്രസ്സിൽ കയറിയാൽ പിന്നെ ഡീസൽ പമ്പൊന്നും കാണുകയില്ല, അതുകൊണ്ട് ഇവിടുന്ന് ഡീസൽ അടിച്ചുകൊണ്ട് പോകാം. ഇവിടെ 87 രൂപ 52 പൈസ ഡീസലിന്. നമ്മുടെ കർണാടകയിലെ വിലയാണ്, കർണാടക വിലയെക്കാട്ടി കുറവാണ്. ഇതേ ആ വണ്ടിയുടെ പുറകെ പോയാൽ മതി കേട്ടോ. വഴിയൊന്നും തെറ്റിപ്പോയേക്കില്ല, ഞാൻ കിടന്നുറങ്ങാൻ പോവാം. അല്ലെ എക്സ്പ്രസ് കയറണം. ഇവിടെ നമ്മളിപ്പോൾ ഈ ആഗ്ര ബൈപ്പാസിൽ നിന്ന് തിരിഞ്ഞിട്ട്, അപ്പം ആഗ്ര അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പം ഇത് ഗ്വാളിയർ പോകുന്ന വഴിയാണ്. റൈറ്റിലേക്ക് ഗ്വാളിയർ പോകും. നമ്മൾ താഴെ ഇറങ്ങി ആഗ്ര ടൗണിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് എന്നിട്ടേ പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പം റൈറ്റിലേക്ക് ഒരു റോഡ് തിരിയും. ഈ വണ്ടികളെല്ലാം പോകുന്നത് കാണാം. തോടെ കച്ചാ റോഡേ, കച്ചാ റോഡ് പോലത്തെ ചോട്ടാ റോഡേക്കാ. ക്യാ ബാത് കർത്താ. പിന്നെ അതിനുശേഷം അത് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ഒരു എക്സ്പ്രസ് വേ കയറും. അതായത് ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേയാണ്. ആ എക്സ്പ്രസ് വേ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. തിരിഞ്ഞിരിക്കുമോ? എങ്ങോട്ട് തിരിഞ്ഞിരിക്കുമെന്ന്? ആ ഇതൊരു ഹൈവേ പണിത് വരുന്നത്. അതായത് ലക്നൗ എക്സ്പ്രസ് വേയിലേക്കുള്ള പാലമായിരിക്കും. ഇപ്പം ഇവിടുന്ന് നമ്മൾ ചുറ്റി പഴയ വഴിക്കൊക്കെയാണ് പോകേണ്ടത്. ഇവിടുന്ന് നേരെ കിടക്കുന്ന വഴി ഗ്വാളിയർ പോകും. നമുക്ക് ഈ താഴെ കൂടെ വേണം.
നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോകണമെങ്കിൽ ഇതിലെ റൈറ്റിലേക്ക് ഈ പാലം കയറി പോകണമായിരുന്നു ഗ്വാളിയറൊക്കെ പോയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് ആഗ്രയ്ക്ക് പോകുന്ന റൂട്ടിൽ കുറച്ചങ്ങ് ചെന്നിട്ട് ഇവിടുന്ന് റൈറ്റ് എടുക്കും. ഇതുണ്ട് ഈ ഫ്ലൈ ഓവർ, ഇത് പുതിയ ഹൈവേ പണിത് വരുന്ന ബൈപ്പാസ്സായിട്ട്. ഇത് പണി തീർന്നാൽ ഇത് നേരെ എക്സ്പ്രസ് വേയിലേക്ക് ചെല്ലും. പിന്നെ ഇതേ കൂടെ നേരെ പോയാൽ മതി. ഇവിടെ നിന്ന് നേരെ പോയാൽ ഒരു 10 കിലോമീറ്റർ പോയാൽ താജ്മഹൽ, ആഗ്ര ടൗണൊക്കെ നേരെ. നമ്മളിവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയുക. താജ്മഹൽ കണ്ടിട്ടുണ്ടോടാ? ഇല്ലില്ല. ഇല്ലേ? 10 കിലോമീറ്ററേ ഉള്ളായിരുന്നു. പക്ഷെ അവിടെ കയറുന്ന സമയമൊക്കെ ഉണ്ട് കേട്ടോ. വേറെ കാര്യമുണ്ട്. ഞാൻ ആ കഴിഞ്ഞ കാശ്മീർ ട്രിപ്പിലാണ് അറിയുന്നത് താജ്മഹൽ യുപിയിലാണ്. നീ എവിടാന്ന് ഓർത്ത? പിന്നെ ഡൽഹിയിലാന്ന് ഓർത്തോണ്ടിരുന്നേ. ഡൽഹിക്ക് ഇവിടെ നിന്ന് 200 കിലോമീറ്റർ ഉണ്ട്. 210 കിലോമീറ്റർ ഉണ്ട്. ഈ വഴി ഇച്ചിരി ശരിയാക്കി കേട്ടോ. കഴിഞ്ഞ എനിക്ക് വന്ന് ഞാനൊരു 1.5-2 മാസം മുന്നേ വന്നപ്പോൾ മൊത്തം കട്ടർ പിടിച്ചിറക്കെ. കുറച്ചൊക്കെ കണക്കാ. സൈഡ് കനാലുവാ. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം അപ്പുറം വരെ ഒരു 3-4 കിലോമീറ്റർ ഇച്ചിരി മോശമാണ്. വഴി ചെറുതായിട്ടൊന്ന് പാച്ച് വർക്ക് ചെയ്തേ ഉള്ളൂ. വഴി മോശമുണ്ട്. അല്ല വേറെ വണ്ടിയും കൂടെ വന്നാൽ വീതിയും കുറവാണ്. ഈ വണ്ടിയെല്ലാം ഈ ഹൈവേന്ന് വന്ന് അപ്പുറത്തെ ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി പോകുന്ന. അപ്പം നമുക്കിനി അപ്പുറം എന്നിട്ട് കറങ്ങി വേറൊരു ഹൈവേയിലാണ് കയറേണ്ടത്. അപ്പോൾ നമ്മളതിലേ വന്ന് ആഗ്രയുടെ ഇന്നർ റിംഗ് റോഡിൽ കയറി. ഇനിയിപ്പോൾ ഈ റോഡിൽ നിന്ന് ഇറങ്ങി വേണം നമുക്ക് ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേ കയറാൻ. ഇതുണ്ട് ഈ റോഡിൽ കൂടെ പറക്കുന്നത് കണ്ടോ? ഇപ്പോൾ ആ വണ്ടിയിൽ നിന്ന് കൊണ്ടുപോയ കച്ചിയുടെ പൊടിയാണ്. ലക്നൗ ആഗ്ര എക്സ്പ്രസ് 500 മീറ്റർ. അപ്പോൾ ഇത് ആ കാണുന്നതാണ് എക്സ്പ്രസ് വേ, ബസ്സുകളൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിനടിയിൽ കൂടെ ചെന്ന് നമുക്ക് കറങ്ങി എക്സ്പ്രസ് വേ മുകളിൽ കയറണം. ഇതുണ്ട് മുന്നേ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം. ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേ ഓവർലോഡ് വെഹിക്കിൾ പ്രൊഹിബിറ്റഡ്. എക്സ്പ്രസ് വേയിലേക്ക് കറങ്ങി നമ്മൾ കയറി ചെല്ലുന്നേ ഉള്ളൂ. അത് എക്സ്പ്രസ് വേയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് അത്. നമ്മളിത് ഈ താഴെക്കൂടെയാണ് കയറി വന്നത്, അവിടുന്ന് കയറി വന്നത്. ട്രാവലറൊക്കെ പ്രയാഗ്രാജിലേക്ക് പോകുന്നതാണോ? ഈ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊള്ളാം അല്ലേ? കണ്ടോ? നല്ല രസമുണ്ട്. അതെ, ഈ ലൈറ്റും ആ മഞ്ഞൂടെ കണ്ടു കഴിഞ്ഞാലേ ഈ മരങ്ങളൊക്കെ നിൽക്കുകയല്ലേ ഇങ്ങനെ എന്ന് പറഞ്ഞ പോലെ തോന്നുന്നു. നല്ല രസമുണ്ട്. എക്സ്പ്രസ് വേ 4 ലൈനാണ്. ഇവിടെ നിന്ന് ഇനി ഒരു 325 കിലോമീറ്റർ ഉണ്ട് ലക്നൗവിന്. ഈ ഒരൊറ്റ ഹൈവേ പിടിച്ചങ്ങ് പോയാൽ മതി. അയോധ്യ 454 കിലോമീറ്റർ. അയോധ്യ വഴിയാണ് നമ്മൾ പോകുന്നത്. ഫിറോസാബാദ് 40, കണ്ണൂജ് 199, ലക്നൗ 317. ഇങ്ങോട്ട് 6 ലൈനാണ് കേട്ടോ. അവിടെ പക്ഷേ 4 ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങോട്ട് 6 ലൈനായി ആയിരിക്കും. അപ്പോഴേ ഇനിയിപ്പോൾ ഒരു 317 കിലോമീറ്റർ ഇങ്ങനെ ഈ 6 ലൈൻ റോഡിൽ കൂടി ഇങ്ങനെ പോയാൽ മതി. നമ്മുടെ മെയിൻ ഡ്രൈവർ ഉറങ്ങിപ്പോയി. അപ്പം ഇനിയിപ്പം നമ്മൾ യുപിയുടെ അപ്പം നമുക്ക് യുപിയിലൂടെയുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നാളെ രാവിലെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.